ഗൈസ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ടാ. ആ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ച്. അതായത് നമ്മളെ ഉമ്മമാര് നമ്മുടെ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ തൊടേ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ സ്പോട്ടിൽ പറയും, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനോ ഇതെന്താന്ന് പോലും നിങ്ങൾക്ക് നല്ല അറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് തൊടാൻ നിൽക്കുന്നത്? ഈ ഒരു രീതിയിലാണ് നമ്മളെ ഉമ്മമാരോട് സംസാരിക്കാറ് അല്ലേ? അവര് എങ്ങനെയാണ് ഒന്നും അറിയാത്ത ആൾക്കാരായി മാറിയത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? മക്കളുടെയും ഭർത്താവിന്റെയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നോക്കിയിട്ട് മാത്രം ജീവിച്ചതുകൊണ്ട് അവര് ചെയ്തോട്ടെ, എനിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും കുഴപ്പമില്ല, എന്റെ മക്കൾ അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അറിഞ്ഞോട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിന്ന് ഒതുങ്ങി കൊടുത്തവരാണ് അവര്. ഒരിക്കലും നമ്മുടെ ഉമ്മാനെ കുറിച്ചിട്ട് നമ്മൾ വേറൊരാളോട് പോയി പറയും, എന്റെ ഉമ്മ നല്ല ഉമ്മയാണ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്, നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? വീട്ടിലത്തെ A to Z കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടും നല്ല രീതിക്ക് മക്കളെയും ഭർത്താവിനെ നോക്കിയിട്ടും ഒരിക്കൽ പോലും ആൾക്കാരോട് നല്ല കാര്യങ്ങൾ നമ്മളെ ഉമ്മാനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഭാര്യനെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ആഗ്രഹങ്ങളും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒതുങ്ങി കൂടിയവരാണ് നമ്മളെ ഉമ്മമാര്. എന്നിട്ട് എന്തൊക്കെ ചെറിയ ചെറിയ തെറ്റ് കാര്യങ്ങൾ അവരേക്കൊന്ന് കാണുമ്പോൾ നമ്മൾ അവരെ അതെടുത്തിട്ട് പറയാ, കളിയാക്കുക. നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ, നിങ്ങൾ ഈ 4 ചുമരിന്റെ ഉള്ളിലല്ലേ, നിങ്ങൾ കാലാകാലമായിട്ട് ഇവിടെ തന്നെ അല്ലേ, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങളൊരു പൊട്ടത്തിയാണ്, നിങ്ങളൊരു മന്ദത്തിയാണ് എന്ന രീതിക്ക് തന്നെയാണ് നമ്മളെ ഉമ്മമാരോട് പറയല് അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഉമ്മാക്കും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കി. അപ്പോഴല്ലേ അവർക്കും അറിയുള്ളൂ. അവർ നിങ്ങൾ ഡെയിലി പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് അമ്മാനെ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവർക്ക് ഈ പുറലോകമായിട്ട് അധികം ടച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ആ വീടായിട്ട് തന്നെയാണ് കൂടുതൽ ടച്ചായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ഉമ്മമാരെ പുറത്ത് കൊണ്ടുപോകും. അപ്പോഴല്ലേ അവർക്കും പുറലോകത്തുമായിട്ട് ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കാം, ഉമ്മമാരെ സ്നേഹിക്കാം. ഓക്കെ.